CJP സമരവേദിയിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള 2873 പേർ എത്തിയതായി ഡൽഹി പോലീസിന്റെ കണ്ടെത്തൽ. ജൂലൈ 20-നും 25-നും ഇടയിലാണ് ഇവർ സമരവേദിയിൽ എത്തിയത്. സമരവുമായി ബന്ധമുണ്ടായ ആക്രമണങ്ങളിൽ ഇവർക്ക് പങ്കുണ്ടോ എന്ന കാര്യം വിശദമായി തന്നെ അന്വേഷിക്കുമെന്ന് പോലീസ് അറിയിച്ചു. കർഷക പ്രക്ഷോഭം പോലും ഡൽഹി അതിർത്തിയിൽ ഒതുങ്ങിയെങ്കിലും വിദ്യാർത്ഥികൾ തങ്ങളുടെ വെല്ലുവിളി പാർലമെന്റ് കവാടത്തിൽ വരെ എത്തിച്ചു. കഴിഞ്ഞ ഒരു വാഴവട്ടക്കാലത്തെ മോദി ഭരണത്തിൽ ഇത്തരമൊരു വെല്ലുവിളി കേന്ദ്രം നേരിട്ടിട്ടില്ല എന്ന തീർച്ച. പാർലമെന്റ് വർഷകാല സമ്മേളനം നടക്കുന്നതിനിടെ ചെറു പാർട്ടികളെ പിളർത്തിയും മറ്റു കരുത്തുകൂട്ടി ആത്മവിശ്വാസം ഉയർത്തിക്കൊണ്ടുവന്ന BJPക്കേറ്റ കനത്ത തിരിച്ചടിയാണ് ഇത്. യുവജന പ്രക്ഷോഭത്തിന്റെ ചൂര് ആദ്യമായല്ല രാജ്യം കാണുന്നത്. കൂട്ടബലാത്സംഗ വിഷയത്തിൽ തലസ്ഥാനത്ത് ഒരു ആഹ്വാനവും ഇല്ലാതെ പ്രതിഷേധം അടപൊട്ടിയതാണ്. 2014-ൽ കോൺഗ്രസിന്റെ ദയനീയ പരാജയത്തിന് കാരണങ്ങളിൽ ഒന്നായ 2011-ൽ അണ്ണാ ഹസാരെ മുൻനിർത്തി തുടങ്ങിയ സമരവും നമ്മൾ കണ്ടതാണ്. 1975-ലെ അടിയന്തരാവസ്ഥയ്ക്കും 77-ലെ കോൺഗ്രസ് സർക്കാരിന്റെ പരാജയത്തിനും എല്ലാം വഴിവെച്ച JP മൂവ്മെന്റിന്റെ തുടക്കവും ഇതുപോലൊരു വിദ്യാർത്ഥി പ്രക്ഷോഭമായിരുന്നു. അഴിമതിയും തൊഴിലില്ലായ്മയും വിലകയറ്റവും കാരണം പൊറുതിമുട്ടിയ വിദ്യാർത്ഥി സംഘടനയായ ബീഹാർ ഛാത്ര സംഘർഷ് സമിതിയുടെ നേതൃത്വത്തിൽ അന്നത്തെ ഇന്ദിരാഗാന്ധി സർക്കാരിനെതിരെ തുടങ്ങിയ സമരം 1974 മാർച്ച് 18-ന് പ്രക്ഷോഭകർ ബീഹാർ നിയമസഭാ മന്ദിരം വളയാൻ ശ്രമിച്ചു. അന്നുണ്ടായ പോലീസ് വെടിവെപ്പിൽ 3 പേരാണ് കൊല്ലപ്പെട്ടത്. തുടർന്നുണ്ടായ ആക്രമണങ്ങളിൽ വീണ്ടും 8 വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഇതിനുശേഷമാണ് വിദ്യാർത്ഥികളുടെ ആവശ്യപ്രകാരം മുതിർന്ന സോഷ്യലിസ്റ്റ് നേതാവ് ജയപ്രകാശ് നാരായൺ പ്രക്ഷോഭത്തെ നയിക്കാനെത്തുന്നത്. 1974 ജൂൺ 5-നാണ് അദ്ദേഹം സമ്പൂർണ്ണ ക്രാന്തി അഥവാ ടോട്ടൽ റിവല്യൂഷൻ എന്ന ആഹ്വാനം നടത്തുന്നത്. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ, അധ്യാപകർ, തൊഴിലാളികൾ, കർഷകർ, മധ്യവർഗ സംഘടനകൾ എന്നിവരെല്ലാം ഈ സമരത്തിന്റെ ഭാഗമായി. സമരം രാജ്യവ്യാപകമായി പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് വലിയ വെല്ലുവിളിയുമായി. സത്യത്തിൽ ജനതാ പാർട്ടി രൂപീകരിക്കാൻ പ്രതിപക്ഷ കക്ഷികളെ ഒരുമിച്ച് കൂട്ടിയതും ഈ സംഭവം തന്നെയാണ്. ഈ JP മൂവ്മെന്റിന് പ്രേരണയായതാവട്ടെ 1974-ൽ ഗുജറാത്തിൽ നടന്ന മറ്റൊരു വിദ്യാർത്ഥി സമരമായിരുന്നു. അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി ചിമൻഭായി പട്ടേലിന്റെ രാജിക്കും നിയമസഭ പിരിച്ചുവിടപ്പെടുന്നതിനും വരെ കാരണമായ നവനിർമ്മാണ ആന്തോളൻ, ഹോസ്റ്റൽ ഭക്ഷണത്തിന്റെ വൻ വിലയും ഗുണമേന്മയും ഇല്ലായ്മയും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കിടയിൽ പ്രത്യേകിച്ച് ബോർബി എഞ്ചിനീയറിംഗ് കോളേജിലും അഹമ്മദാബാദിലെ LD എഞ്ചിനീയറിംഗ് കോളേജിലുമാണ് പ്രതിഷേധം തുടങ്ങിയത്. വിലക്കയറ്റം, ആവശ്യ സാധനങ്ങളുടെ ലഭ്യത കുറവ്, തൊഴിലില്ലായ്മ, മുഖ്യമന്ത്രി ചിമൻഭായ് പട്ടേലിന്റെ സർക്കാരിനെതിരായ അഴിമതി ആരോപണങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾ കൂടെ സമരത്തിന്റെ ഭാഗമായതോടെ സമരം വിദ്യാർത്ഥികളിൽ മാത്രം ഒതുങ്ങിയില്ല. അധ്യാപകർ, വ്യാപാരികൾ, ഇടത്തരക്കാർ, തൊഴിലാളികൾ, പ്രതിപക്ഷ പാർട്ടികൾ എന്നിവരെല്ലാം ഭാഗമായി. ഗുജറാത്ത് മുഴുവൻ ഹർത്താലുകളും പ്രകടനങ്ങളും വ്യാപകമായി. പല പ്രതിഷേധങ്ങൾ അക്രമാസക്തമായി. കർഫ്യൂ ഏർപ്പെടുത്തി. സൈന്യത്തെ വിന്യസിച്ചു. ഭക്ഷണവില കുറയ്ക്കാനും അഴിമതിക്കാരെ നടപടിയെടുക്കാനും ആവശ്യപ്പെട്ട പ്രതിഷേധം. പിന്നെ മുഖ്യമന്ത്രി ചിൻഭായ് പട്ടേലിന്റെ രാജി. പിരിച്ചുവിട്ട തെരഞ്ഞെടുപ്പിലേക്ക് ആ പ്രതിഷേധം എത്തിച്ചേർന്നു. ഇപ്പോൾ CJP പ്രതിഷേധത്തിലും നടന്നത് അത് തന്നെയാണ്. രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ളവരും പിന്തുണ പ്രതിഷേധത്തിനുണ്ടായിരുന്നു. പല പ്രായത്തിലുള്ളവർ, പല ജോലിയുള്ളവർ, അവരെല്ലാം ഇന്ത്യയുടെ ഭാവി ഭദ്രമാക്കാൻ തെരുവിലിറങ്ങി. ആയിരങ്ങളും പതിനായിരങ്ങളുമായി ജനപ്രവാഹമായി. വേറൊരു വിദ്യാർത്ഥി പ്രക്ഷോഭം കൊടുങ്കാറ്റായി പാർലമെന്റിൽ ആഞ്ഞടിച്ചത് അങ്ങനെയാണ്. രാവ് പകലാക്കി പഠിച്ച പല വിദ്യാർത്ഥികളെയും ചോദ്യപേപ്പർ ചോർച്ചയിലൂടെ പറ്റിച്ചു എന്ന വികാരത്തിൽ നിന്നാണ് കോക്രോച്ച് പാർട്ടിയുടെ നേതൃത്വത്തിൽ ജൂൺ 6-ാം തീയതി സമരം തുടങ്ങിയത്. ചോദ്യപേപ്പർ ചോർന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്ന് നീറ്റ് പരീക്ഷ റദ്ദാക്കുകയും പുനർപരീക്ഷ നടത്തുകയും ചെയ്ത 37 ദിവസത്തിനുള്ളിൽ മാത്രം ഇന്ത്യയിലുടനീളം 12 വിദ്യാർത്ഥികളാണ് ആത്മഹത്യ ചെയ്തത്. ഈ വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം നൽകുക, നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിൽ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, ഇതൊക്കെയായിരുന്നു സമരം ചെയ്തവരുടെ ആവശ്യങ്ങൾ. പക്ഷേ കേന്ദ്ര സമരം കണ്ട ഭാവം നടിച്ചില്ല. ഈ സമയമാണ് സോനം വാങ്ചുക് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിരാഹാരം തുടങ്ങിയത്. നിരാഹാരം 20 ദിവസത്തോളം കഴിഞ്ഞതോടെ ജനശ്രദ്ധ കിട്ടി. പക്ഷേ സർക്കാർ മാത്രം ഒന്നും ശ്രദ്ധിച്ചില്ല. ഒടുക്കം കോടതി ഇടപെട്ടു. സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില പരിശോധിക്കണമെന്ന് നിർദ്ദേശിച്ചു. പക്ഷേ ബലം പ്രയോഗിച്ച് അദ്ദേഹത്തിനെ അവിടെ നിന്നും മാറ്റി. ഇതിന് പിന്നാലെയായിരുന്നു പാർലമെന്റിലേക്കുള്ള മാർച്ച് സർക്കാർ ക്രൂരമായി നേരിട്ടത്. ഇതോടെ പ്രതിപക്ഷമടക്കം കണ്ണു തുറന്നു. സത്യത്തിൽ CJPയുടെ തിങ്കളാഴ്ച നടന്ന പാർലമെന്റ് മാർച്ചിന് മുൻപും ശേഷവും എന്ന സമരത്തെ വിഭജിക്കാം. മാർച്ച്, അതിന് നേരെയുണ്ടായ സർക്കാർ നടപടി, കോൺഗ്രസിന്റെ ഇടപെടൽ എന്നിവ ആ സമരത്തിന്റെ രൂപത്തെയും ഭാവത്തെയും അപ്പാടെ മാറ്റി. വിദ്യാർത്ഥി പ്രക്ഷോഭം BJP സർക്കാരിനെതിരായ ഇരുതല മൂർച്ചയുള്ള വാളായി മാറി. അതീവ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരുമെന്ന അവസ്ഥയും വന്നു ചേർന്നു. പിന്നീടാണ് സംഭവ വികാസങ്ങൾ വന്നത്. എന്തായാലും CJPയുടെ അധപ്പതനമാണോ ഈ മണിക്കൂറിൽ സംഭവിക്കുന്നത് എന്ന ചോദ്യവും ഇപ്പോൾ ഉയരുന്നു.